നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. വേലുപ്പാടം വിശുദ്ധ ഔസേപിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെയും പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെയും നെന്മണിക്കര സെന്റ് മേരീസ് പള്ളിയിലെയും സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിലെയും ഊട്ടുതിരുനാളുകൾ ആഘോഷിച്ചു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനു സമീപം ട്രെയിൻ തട്ടി സ്ത്രീ മരിച്ചു. മരിച്ചത് നെല്ലായി സ്വദേശി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ചുള്ള പ്രക്ഷോഭത്തിൽ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അളഗപ്പ് നഗർ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. സ്വാതന്ത്ര്യം എന്ന വാക്കിൽ തന്നെയുണ്ട് ഈ ദിനത്തിന്റെ പ്രാധാന്യം. എത്രയോ ധീരന്മാരായ മുൻഗാമികളുടെ ആത്മസമർപ്പണത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും ഫലമായാണ് രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ മുന്നിൽ നിന്ന മഹാന്മാരുടെ പേരുകൾ സുവർണലിപികളാൽ ഇന്ത്യൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുരോഗതിയുടെ പടവുകൾ ഓരോന്നായി കയറുമ്പോഴും അതിന് വേദിയൊരുക്കിയ ആ മഹാരഥന്മാരെ സ്മരിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല. ഓരോ വർഷവും ഓഗസ്റ്റ് 15 എന്ന മഹത്തായ ദിനത്തിൽ ഇന്ത്യയുടെ ഇന്നലകളെ ഓർത്ത് അഭിമാനം കൊള്ളുന്നവരാണ് ഓരോ ഇന്ത്യൻ പൗരനും. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി ഭാരതം സ്വാതന്ത്ര്യം നേടിയെടുത്തതിന്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് 15. രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയർത്തുമ്പോൾ ഭാഷയുടെയും വേഷത്തിന്റെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ കൊടിമുടിയിലെത്തും. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പാർലമെന്റിലെ ദർബാർ ഹാളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ നടത്തിയ പ്രസംഗം ഏറ്റവും ശ്രദ്ധേയമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന നിലയിൽ ലോക ചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടു. നെഹ്റുവിന്റെ തന്നെ ഭാഷയിൽ ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ് എന്ന് പറഞ്ഞു നടത്തിയ ആ പ്രസംഗമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളുടെ ആദ്യത്തെ അധ്യായം. നമുക്ക് മുൻപേ നടന്നവരുടെ ധീരതയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് ആധാരം. എല്ലാവർക്കും NCTVയുടെ സ്വാതന്ത്ര്യദിനാശംസകൾ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ ഒരുക്കിയിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തിയത്. ചെങ്കോട്ടയിൽ 96 പേരുള്ള സംഘമാണ് ഗാർഡ് ഓഫ് ഓണർ നൽകിയത്. ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ തേക്കിൻകാട് മൈതാനത്ത് നടന്നു. തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിൽ നടന്ന ചടങ്ങിൽ ഉന്നത മന്ത്രി ആർ ബിന്ദു പതാക ഉയർത്തി. കോരിച്ചൊരിയുന്ന മഴയിലും ആവേശം ചോരാതെയായിരുന്നു പരിപാടികൾ. പരേഡോടെയായിരുന്നു പരിപാടികൾക്ക് തുടക്കമായത്. ആർംഡ് റിസർവ് പോലീസ്, സിറ്റി ലോക്കൽ മെൻ, റൂറൽ ലോക്കൽ മെൻ, സിറ്റി റൂറൽ ലോക്കൽ വുമൺ, എക്സൈസ്, ഫോറസ്റ്റ് സിവിൽ ഡിഫൻസ്, 23 KNCC, 24 KNCC, 7 KNCC, SP സിറ്റി ബോയ്സ്, SP റൂറൽ ബോയ്സ്, SP സിറ്റി ഗേൾസ്, SPC സിറ്റി ബോയ്സ്, SPC റൂറൽ ബോയ്സ്, SPC സിറ്റി ഗേൾസ്, SPC റൂറൽ ഗേൾസ് എന്നീ വിഭാഗങ്ങളുടെ പരേഡ് നടന്നു. തുടർന്ന് മന്ത്രി ആർ ബിന്ദു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ പതാക ഉയർത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപിടിക, സെക്രട്ടറി ജിനീഷ് എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രസിഡന്റ് KM ബാബുരാജ് ദേശീയ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയേങ്കര, സെബി കൊടിയൻ, രതി ബാബു, പ്രീതി ബാലകൃഷ്ണൻ, CP സജീവൻ, അനൂപ് മാത്യു, രശ്മി ശ്രീഷോപ്പ്, സുമ ഷാജു, ഫിലോമിന ഫ്രാൻസിസ്, ഹിമദാസൻ, സെക്രട്ടറി ജോൺ എന്നിവർ പ്രസംഗിച്ചു.
കോൺഗ്രസ് അളഗപ്പ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. അളഗപ്പ നഗർ കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി പതാക ഉയർത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻസ് കണ്ണമ്പുഴ, ബ്ലോക്ക് ഭാരവാഹികളായ ഒ വിജയൻ, ഓസ്റ്റിൻ തെക്കുംപുറം, CG ടൈറ്റസ്, ജോസ് പ്രകാശ്, ടിജോ കിഴക്കൂടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഡെന്നി, മഹിളാ കോൺഗ്രസ് അളഗപ്പ നഗർ മണ്ഡലം പ്രസിഡന്റ് റോസ്മേരി ജെയിംസ്, വനജ വിജയൻ, TC മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് കോൺഗ്രസ് ചാക്കോച്ചിറ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര പതാക ഉയർത്തി. വാർഡ് പ്രസിഡന്റ് ജോസ് വെള്ളിയത്ത് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസഫ് P. തട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് അളഗപ്പ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. INTUC ദേശീയ സെക്രട്ടറി ആന്റണി കുറ്റുകാരൻ ദേശീയ പതാക ഉയർത്തി. മണ്ഡലം പ്രസിഡന്റ് ഹരൺ ബേബി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി MP വർഗീസ് സന്ദേശം നൽകി. ബ്ലോക്ക് സെക്രട്ടറി ജയൻ കൂവക്കാടൻ, K. ഗോപാലകൃഷ്ണൻ, ആന്റണി കുറ്റുകാരൻ, ജിമ്മി മഞ്ഞളി, K. രാധാകൃഷ്ണൻ, സിജോ പുന്നക്കര, KS മനോജ് കുമാർ, VG ജയൻ, ജെൻസൺ കണ്ണത്ത് എന്നിവർ സന്നിഹിതരായി. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ദേശീയ പതാക ഉയർത്താൻ ക്ഷീര കർഷക കുടുംബത്തെ ക്ഷണിച്ച കല്ലൂർ സൗഹൃദ യുവ സംഗമം. ഗ്രാമങ്ങളിൽ ശുദ്ധമായ പശുവിൻ പാൽ വിതരണം ചെയ്യുന്ന ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ആശയത്തോടെ സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്താൻ തൃക്കൂർ പഞ്ചായത്തിലെ മികച്ച കർഷകനായ അടാട്ട വീട്ടിൽ സജീവന്റെ കുടുംബത്തെയാണ് സൗഹൃദ യുവസംഗമ പ്രവർത്തകർ ക്ഷണിച്ചത്. ക്ഷീര കർഷക കുടുംബങ്ങളുടെ ത്യാഗം മനസ്സിലാക്കി സമൂഹത്തിന്റെ മുഖ്യധാര കർഷകരാണ് ക്ഷീര കർഷകർ എന്ന സമൂഹത്തിനോട് ഓർമ്മപ്പെടുത്തലാണ് ഈ കുടുംബത്തെ ദേശീയ പതാക ഉയർത്താൻ ക്ഷണിച്ചത് എന്ന് സൗഹൃദ യുവസംഗമം പ്രസിഡന്റ് പ്രീബനൻ ചുണ്ടേലപ്പറമ്പിൽ പറഞ്ഞു. കല്ലൂർ നായരങ്ങാടി സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ദേശീയ പതാക ഉയർത്തിയ കുടുംബത്തെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ഓണപ്പുടവയും നൽകി. തുടർന്ന് ശുദ്ധമായ പശുവിൻ പാൽ വിതരണവും മധുര വിതരണവും നടത്തി. യുവസംഗമം പ്രസിഡന്റ് പ്രീബനൻ ചുണ്ടേലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CV ഷംസുദ്ദീൻ മുഖ്യ പ്രഭാഷണം നടത്തി. സൗഹൃദ യുവസംഗമം രക്ഷാധികാരി സതീശൻ ഊരാളത്ത്, യുവസംഗമം പ്രവർത്തകരായ പ്രജീഷ് കരുമത്തിൽ, ജയപ്രകാശ് ശങ്കരമഠം, റിൻഡോ ഐനിക്കൽ, സിജോ കരുത്തി, പ്രജിത് കരുമുത്തിൽ എന്നിവർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച അളഗപ്പ നഗർ ത്യാഗരാജർ പോളിടെക്നിക് കോളേജിൽ പ്രിൻസിപ്പൽ ലിജോ ജോൺ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. NCC ഓഫീസർ ലഫ്റ്റനന്റ് KG ജെൽസൺ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കോളേജിലെ LCC യൂണിറ്റ് അംഗങ്ങൾ സ്വാതന്ത്ര്യദിന പരേഡ് നടത്തി. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിക്കൊപ്പം ഇന്ത്യൻ സൈന്യത്തിന് ആദരവൊരുക്കി കല്ലൂർ സെന്റ് റാഫേൽസ് പബ്ലിക് സ്കൂളിലെ കുട്ടികൾ. ധീരജവാന്മാർക്ക് ബിഗ് സല്യൂട്ട് എന്ന പരിപാടിയിലൂടെയാണ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി അഹോരാത്രം പരിശ്രമിക്കുന്ന സൈനികർക്ക് ആദരവൊരുക്കിയത്. പള്ളി അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ 100ഓളം വിദ്യാർത്ഥികളാണ് അണിചേർന്നത്. പ്രധാന അധ്യാപിക ടെസി ജോസ് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ആലത്തൂർ ALP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷവും റാലിയും നടത്തി. കമാൻഡോ കിഡ് കുട്ടികളുടെ ക്യാപ്പ് വെയറിംഗ് സെറിമണിയും പരേഡും ഇതോടൊപ്പം നടന്നു. പതാക ഉയർത്തൽ, പതാക വന്ദനം, മാസ്റ്ററിൽ ആശംസകൾ, കുട്ടികളുടെ വിവിധ ഭാഷകളിലുള്ള പ്രസംഗങ്ങൾ, കലാപരിപാടികൾ എന്നിവയും നടന്നു. ഇതിനുശേഷം വിവിധ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷങ്ങൾ അണിനിരുന്ന ടാബ്ലോ, കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ അണിനിരുന്ന സ്വാതന്ത്ര്യദിനാഘോഷ റാലി ആലത്തൂർ ഗാന്ധി പരിസരം വരെ നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക PM ജിൻസ, പഞ്ചായത്ത് അംഗം TK സതീശൻ, PTA പ്രസിഡന്റ് KJ ജയരാജ, MPTA പ്രസിഡന്റ് പ്രിൻസി പൗലോസ്, സ്കൂൾ ലീഡർ നവീൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വിവിധ മത്സര പരീക്ഷകളിൽ വിജയികളായ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി.
പോങ്കോത്ര ALP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ KC പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക TP ഷീജ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. അധ്യാപിക V ഇന്ദുജ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PTA പ്രസിഡന്റ് വിദ്യാപ്രസാദ് പ്രസംഗിച്ചു. ഇഞ്ചക്കുണ്ട് ലൂർദ് മാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ലിജോൺ ബ്രഹ്മകുളം ദേശീയ പതാക ഉയർത്തി. വിമുക്ത ഭടൻ CK ദാസൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജലി, സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റി അനീഷ് മൂന്നുതൊട്ടിയിൽ, PTA പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ, സ്കൂൾ ലീഡർ ലീവൻ ലിജു, അധ്യാപിക റിൻസി ബിജു എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് ചാക്കോച്ചിറ ചിത്തിര അംഗൻവാടിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാചരണ പരിപാടിയിൽ പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ദേശീയ പതാക ഉയർത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ അധ്യക്ഷനായിരുന്നു. വർക്കർ KK അംബിക, ഹെൽപ്പർ ഷീബ രവി, ആശാ വർക്കർ ജോഷി ജോയി എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിലെ 110-ാം നമ്പർ അംഗനവാടിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പഞ്ചായത്ത് അംഗം രാധിക സുരേഷ് ദേശീയ പതാക ഉയർത്തി. വരന്തരപ്പള്ളി പഞ്ചായത്ത് 11-ാം വാർഡ് മുപ്ലിയം സൗഹൃദ അംഗനവാടിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പഞ്ചായത്ത് അംഗം വിജിത ശിവദാസൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അംഗനവാടി അധ്യാപിക VV വനജ, അംഗനവാടി ഹെൽപ്പർ വിജയ, ALMC അംഗങ്ങളായ ബെന്നി ചാക്കപ്പൻ, ഡേവിസ് നടുവിൽ പീടിക, ലില്ലി ബേബി, ശിവദാസൻ മംഗലൻ എന്നിവർ സന്നിഹിതരായിരുന്നു. വിവിധ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പഞ്ഞിക്കാരൻ ചാക്കപ്പൻ മെമ്മോറിയൽ മെമന്റോ നൽകി ആദരിച്ചു. പിടിക്കപ്പറമ്പ് നവസംസ്കാര സാഹിതി പബ്ലിക് ലൈബ്രറിയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ഒരുക്കി. സെക്രട്ടറി K ശങ്കരൻ പതാക ഉയർത്തി. പ്രസിഡന്റ് VP പീറ്റർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ലൈബ്രറിയൻ ജോയി C പ്രസംഗിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് NR ജോഷി ദേശീയ പതാക ഉയർത്തി. ജോയിന്റ് സെക്രട്ടറി ജേക്കബ് ആന്റണി, ബിജു കണ്ണത്ത്, CV ഷാജു, MD വിൻസൻ, CM സെബി, ഷാജു, അരനാട്ടുകരക്കാരൻ KS പ്രകാശ്, ട്രഷറർ KT സണ്ണി എന്നിവർ പ്രസംഗിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിപുലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് KC ഗോപാലൻ ദേശീയ പതാക ഉയർത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുമേഷ് നിവേദ്യം സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നു. സജിത ഗോപിനാഥ്, സാബു ചെതലൻ, ലിൻസൺ, MG സനിൽ, NK ബിജു, തോമസ് ചേനേടൻ, സിമി സാബു, ബീന ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 2 പ്രതിഭകളെ ആദരിച്ചു. നാഷണൽ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലിസ്റ്റും കേരള വനിതാ മാസ്റ്റേഴ്സ് ഹോക്കി ടീം അംഗവുമായ ദീപ ഗോപാൽ, അലങ്കാര മത്സ്യകൃഷിയിൽ മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് MK സന്തോഷ് എന്നിവരെയാണ് ആദരിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TM ഉബേഷ്, ബാബു, ട്രഷറർ സാബു പോക്കാക്കില്ലത്ത്, CP ഉണ്ണികൃഷ്ണൻ, VM ഷാജഹാൻ, ഫൗസിയ ഷാജഹാൻ, ശ്രീജേഷ് എന്നിവർ പ്രസംഗിച്ചു. NSS പുതുക്കാട് തെക്കേത്തുറവ് കരയോഗത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ M രവി ദേശീയ പതാക ഉയർത്തി. T സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. രമ്യ കിളിയാറ സത്യപ്രതിജ്ഞ ചൊല്ലി. അരുൺദാസ് മേനോൻ രക്തസാക്ഷി അനുസ്മരണം നടത്തി. കൃഷ്ണകുമാർ എടാട്ട്, സുനിൽ K മേനോൻ എന്നിവർ പ്രസംഗിച്ചു. NSS ചെങ്ങാലൂർ കരയോഗത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ സെക്രട്ടറി വിജയകുമാർ ദേശീയ പതാക ഉയർത്തി. പ്രസിഡന്റ് VV രാജേഷ്, വൈസ് പ്രസിഡന്റ് വിജയൻ കാട്ടേടത്ത്, ട്രഷറർ ചന്ദ്രമതി സുരേഷ്, കമ്മിറ്റി അംഗങ്ങളായ രാജൻ പുത്തൻവീട്ടിൽ, ലീല ബാലകൃഷ്ണൻ, മധുകുമാരി എന്നിവർ പ്രസംഗിച്ചു. NSS കല്ലൂർ ഞെള്ളൂർ കരയോഗത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ വിമുക്ത ഭടൻ കരുണാകരൻ നായർ പതാക ഉയർത്തി. പ്രസിഡന്റ് മനോജ്, വൈസ് പ്രസിഡന്റ് സുനിൽ തെക്കൂട്ട്, മുൻ പ്രസിഡന്റ് പങ്കജാക്ഷൻ, മുരളീധരൻ തള്ളിയക്കാട്ടിൽ, രാമൻകുട്ടി കരിപ്പേരി, വനന്ത പങ്കജാക്ഷൻ എന്നിവർ സന്നിഹിതരായി. ജില്ലാ പ്രൈവറ്റ് മോട്ടോർ തൊഴിലാളി യൂണിയൻ
പുതുക്കാട് ബസാർ യൂണിറ്റ് സ്വാതന്ത്ര്യദിനാഘോഷവും തൊഴിലാളികൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണവും സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ബസാർ യൂണിറ്റിലെ മുതിർന്ന അംഗം നാരായണൻ പതാക ഉയർത്തി. തുടർന്ന് പായസം വിതരണവും നടത്തി. തൊഴിലാളികൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണം AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. അജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, CPI മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, CPI ലോക്കൽ സെക്രട്ടറി VR രബീഷ്, പ്രൈവറ്റ് മോട്ടോർ തൊഴിലാളി മണ്ഡലം സെക്രട്ടറി NU മോഹൻദാസ്, ജോസ് എന്നിവർ പ്രസംഗിച്ചു. തലോർ INTUC യൂണിയന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം ചുമട്ടുതൊഴിലാളി ജില്ലാ വൈസ് പ്രസിഡന്റ് സോമൻ മുത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. KV പുഷ്പകരൻ അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ മുഖ്യപ്രഭാഷണം നടത്തി. ജോസ് തൃശൂർക്കാരൻ, അശോകൻ ഐത്താടൻ, യൂണിയൻ ലീഡർ ബാലകൃഷ്ണൻ, KSU നേതാവ് വൈശാഖ്, VP സുധീർ, ബാബു പിടിയൻ എന്നിവർ പ്രസംഗിച്ചു. വർഗീയ ശക്തികൾക്കെതിരെയും മയക്കുമരുന്നിനെതിരെയും പോരാടുമെന്ന് പ്രതിജ്ഞ എടുത്തു. സ്വാതന്ത്ര്യദിനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പുതുക്കാട് തെക്കേതറവിലെ വിവിധ പ്രദേശങ്ങളായ യൂത്ത് സെന്റർ, മോസ്കോ നഗർ, പടത്തോൾമന, പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപവും ദേശീയ പതാക ഉയർത്തി. മുൻ പഞ്ചായത്ത് അംഗം ഐസക് കുറ്റിക്കാടൻ, DCC ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ, മോസ്കോ നഗറിലും പടത്തോൾ മന പരിസരത്ത് രവി കിളിയാറ, റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ബിനോയ് കൊടിയൻ എന്നിവരാണ് പതാക ഉയർത്തിയത്. വർഗീസ് തെക്കേതല, ലിൻസൺ പല്ലൻ, ബിബിൽ കുറ്റിക്കാടൻ, ഹരി പേഴേരി, വർഗീസ് കുറ്റിക്കാടൻ, മനോജ് കാരുവീട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ഇത്തുപ്പാടം സെന്ററിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ ബൂത്ത് പ്രസിഡന്റ് ഫ്രാൻസിസ് ആരോദ ദേശീയ പതാക ഉയർത്തി. കല്ലൂർ VLPSൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രധാന അധ്യാപിക ഷാൻഡി സെബാസ്റ്റ്യൻ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് വിവേകിന്റെ അധ്യക്ഷനായി. OSA പ്രസിഡന്റ് രാഘവൻ മുളങ്ങാടൻ, പഞ്ചായത്ത് അംഗം അനു പനങ്കൂടൻ എന്നിവർ പ്രസംഗിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രി ശുചീകരണം നടത്തി. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ NSS വിദ്യാർത്ഥികൾ മാലിന്യമുക്തം നവകേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി സാമൂഹ്യ ഇടങ്ങളിൽ സേവന പ്രവർത്തനങ്ങൾ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ശുചീകരണ യജ്ഞത്തിന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, കോളേജ് പ്രിൻസിപ്പാൾ ലിജോ ജോൺ, താലൂക്ക് ഹോസ്പിറ്റൽ നഴ്സിംഗ് ചാർജ് ബിന്ദു ഷാജി, NSS പ്രോഗ്രാം ഓഫീസർ CV വിപിൻ, ജോബി മൈക്കിൾ, ജോ ജോർജ, ഹാരോൺ, ഫൈജോ, അനഘദാസൻ എന്നിവരും കോളേജിലെ NSS വോളണ്ടിയേഴ്സും നേതൃത്വം നൽകി. നന്ദിക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രധാന അധ്യാപിക K ശ്രീലത പതാക ഉയർത്തി. PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. SPC, JRC, ലിറ്റിൽ കേറ്റ്സ്, NSS കേഡറ്റുകൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പ്ലാറ്റൂണുകൾ സ്വാതന്ത്ര്യദിന റാലി നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് SPC കാഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. ബ്ലോക്ക് അംഗം കാർത്തിക ജയൻ, SMC ചെയർമാൻ CK സുദേവൻ, PTA വൈസ് പ്രസിഡന്റ് ഷൈനി ശ്രീനിവാസൻ, സ്റ്റാഫ് സെക്രട്ടറി സമീന തോമസ് എന്നിവർ സന്നിഹിതരായി. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ നടത്തി. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ പതാക ഉയർത്തി. മണ്ഡലം പ്രസിഡന്റ് ജോസി മാണി, വിനു കൂട്ടുങ്ങൽ, ജോ കുര്യൻ മഞ്ഞാടിക്കൽ, റോയി കപ്പലുമാതടത്തിൽ, ദളിത് ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി PD ഷാജു, KTUC M ജില്ലാ സ്റ്റിയറിംഗ് അംഗം K ജോഷി, സാബു എന്നിവർ സന്നിഹിതരായി. സ്വാതന്ത്ര്യദിനത്തിൽ SBI കല്ലൂർ ബ്രാഞ്ചിൽ ബ്രാഞ്ച് മാനേജർ ആന്റണി CGP അലക്സ് പതാക ഉയർത്തി. കല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മാവിൻ ചുവട് ഹെഡ് ഓഫീസിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ മുതിർന്ന ഭരണസമിതി അംഗം രാഘവൻ മുളങ്ങാടൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ബാങ്ക് സെക്രട്ടറി KL ബീന, ഷീബ രാജൻ, T ബിജു, അതുല്യ രവി, VB സജീവ്, ലിസി ബേബി, വാണി വിശ്വനാഥ് എന്നിവർ പ്രസംഗിച്ചു. മണമുണർത്തി മനസ്സു നിറയ്ക്കുന്ന ബിരിയാണി സാധനങ്ങളുമായി ബിരിയാണി പ്ലസ് ബിരിയാണി പ്രൊഡക്ട്സ് പുതുക്കാട് ബസാർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു.
വിവിധതരം ബിരിയാണികൾക്കാവശ്യമായ എല്ലാ അസംസ്കൃത വസ്തുക്കളും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ടാണ് ബിരിയാണി പ്ലസ് ബിരിയാണി പ്രൊഡക്ട്സ് പുതുക്കാട് ആരംഭിച്ചിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി നിർവഹിച്ചു. ആന്റോ പോളിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഏത് തരം ബിരിയാണിക്കും ആവശ്യമായ വിവിധതരം അരികൾ, ഗ്രോസറി ഐറ്റംസുകൾ, കശുവണ്ടി പരിപ്പ്, ഏലക്കായ, ഗുണമേന്മയുള്ള മസാലക്കൂട്ടുകൾ, ശുദ്ധമായ നെയ്യ്, ഓയിലുകൾ, സോസുകൾ തുടങ്ങി എല്ലാവിധ ഐറ്റംസും ന്യായ വിലയിൽ ബിരിയാണി പ്ലസ് ബിരിയാണി പ്രൊഡക്ട്സിൽ ലഭ്യമാണ്. കസ്റ്റമേഴ്സിന്റെ അഭിരുചി പ്രകാരമുള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ, സാധനങ്ങൾ മൊത്തമായും ചില്ലറയായും ഇവിടെ ലഭിക്കുന്നു. പേപ്പർ റോൾ, പേപ്പർ പ്ലേറ്റ്, പേപ്പർ ഗ്ലാസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു സന്തോഷത്തിന്റെ സുദിനത്തില് ഇന്നിവിടെ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ചിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ഇതിന്റെ സംരംഭം അല്ലെങ്കിൽ ഇതിലൂടെ കൂട്ടായ പ്രവർത്തനങ്ങളിൽ നല്ല വിജയം കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രുചിയുള്ള ബിരിയാണിക്ക് ബിരിയാണി പ്ലസ് SBIക്ക് മുൻവശം, ബസാർ റോഡ്, പുതുക്കാട്. ഫോൺ 9556535401 9846217270. വേലുപാടം വിശുദ്ധ ഔസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ ഫാദർ ഡേവിസ് പട്ടത്ത് കാർമ്മികനായ വിശുദ്ധ കുർബാന, നൊവേന, ഊട്ട് ആശീർവാദവും നടന്നു. ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺ ജോസ് കോനിക്കര കാർമ്മികനായി. ഫാദർ ഷെബിൻ പനക്കൽ സഹകാർമ്മികനായി. ഫാദർ ഫ്രാൻസിസ് വാഴപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ദേവസ്യ കാനാട്ട്, ഫാദർ ഡേവിസ് ചക്കാലക്കൽ, ഫാദർ പ്രിജോവ് വടക്കേത്തല, ഫാദർ ആന്റണി മേനച്ചേരി എന്നിവർ വിവിധ സമയങ്ങളിലായി നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ ഷെബിൻ പനക്കൽ, കൈകാരന്മാരായ പോൾ മഞ്ഞളി, മനോജ് കോഴിക്കുന്നേൽ, രാജു മൊയ്ലൻ, റോബി കൊച്ചുപുരയ്ക്കൽ, ജനറൽ കൺവീനർ റോബി കൊച്ചുപുരയ്ക്കൽ, ജോയിന്റ് ജനറൽ കൺവീനർമാരായ ജെയിംസ് കുഴിയാരിമറ്റത്തിൽ, ഷിജോ ഞെരിഞ്ഞാമ്പള്ളി, പബ്ലിസിറ്റി കൺവീനർമാരായ ജേക്കബ് നടുവിൽ പീടിക, തോമസ് മുട്ടത്ത്, പോൾ മഞ്ഞളി, PRO ബൈജു വാഴക്കാല എന്നിവർ നേതൃത്വം വഹിച്ചു. 8ാമിട ദിനമായ ആഗസ്റ്റ് 22 രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ തോമസ് ഊക്കൻ കാർമ്മികനാകും. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിന്റെ പ്രതിഷ്ഠാ ദിനവും ഊട്ടുതിരുനാളും നടത്തി. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിയോ തെക്കിനിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ പാലത്തിങ്കൽ സന്ദേശം നൽകി. വികാരി ജോർജ് എടക്കുളത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജാക്സൺ തെക്കേക്കര, ഡീക്കൻ റോണി പാണേങ്ങാടൻ, ജനറൽ കൺവീനർ വിൽസൺ അരിമ്പൂപ്പറമ്പൻ, കൈകാരന്മാരായ ലിൻഡോ കൊമ്പൻ, ഡേവിസ് താണിശ്ശേരിക്കാരൻ, ജോസ് അരിമ്പൂപ്പറമ്പൻ, സെബി മഞ്ഞളി എന്നിവർ നേതൃത്വം നൽകി. ചെങ്ങാലൂർ സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിലെ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെ പ്രതിഷ്ഠാദിന തിരുനാളും ഊട്ടുനേർച്ചയും നടത്തി. ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ അജോ വടക്കേട്ട് നയിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ കോയിക്കര സന്ദേശം നൽകി. ഫാദർ സജിൻ തലിയൻ നൊവേന നയിച്ചു. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ആന്റണി മേനാച്ചേരി, കൈക്കാരന്മാരായ ആന്റോ തെക്കൂടൻ,
ജിജോ വടാശ്ശേരി, ഡെനീഷ് വടക്കേത്തല, ജനറൽ കൺവീനർ ഷാജു പൊന്തോക്കൻ എന്നിവർ നേതൃത്വം നൽകി. നെന്മണിക്കര സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബിനു പാറോക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സ്റ്റിഷൻ കുണ്ടുകുളം സഹകാർമ്മികനായി. ഫാദർ ഫിജോ ആലപ്പാടൻ സന്ദേശം നൽകി. കപ്പേളയിലേക്ക് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനു സമീപം ട്രെയിൻ തട്ടി സ്ത്രീ മരിച്ചു. നെല്ലായി വയലൂർ വടക്കൂട്ട് വീട്ടിൽ പരേതനായ മണികണ്ഠന്റെ ഭാര്യ 48 വയസ്സുള്ള ശ്രീദേവിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. മുപ്ലിയം വെൽനസ് മെഡിക്കൽ സെന്ററിന്റെയും ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. ഡോക്ടർ റാണി മേനോൻ, ഡോക്ടർ ഡെറിൻ പുത്തൂർ എന്നിവർ നേതൃത്വം നൽകി. വെൽനസ് മെഡിക്കൽ സെന്ററിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ഇത്തുപ്പാടം വടക്കുമുറി റോഡിലെ കുഴികളിൽ വെട്ടുകല്ല് പൊടിയിട്ട് നികത്തുന്നു. കോൺഗ്രസ് നേതാക്കളായ ഫ്രാൻസിസ് ആരോദ, സാബു പന്തല്ലൂക്കാരൻ, രവി അരിക്കാട്ട്, മോഹനൻ കളത്തേരി, ജോണി പന്തല്ലൂക്കാരൻ, ഷിനോജ് താഴേക്കാടൻ, വരുൺ കണ്ണൻ, അനീഷ് പുന്നേലിചന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ചുള്ള പ്രക്ഷോഭത്തിൽ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അളഗപ്പനഗർ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അളഗപ്പനഗർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. സുധൻ കാരയിൽ, കെ വി പുഷ്പകിരൺ, അനിൽ കുനിയത്ത്, കെ കൃഷ്ണൻകുട്ടി, ഒ വിജയൻ, സനൽ മഞ്ഞളി, പിന്റോ മഞ്ഞളി, പ്രിൻസൺ തയ്യാലക്കൽ, ഷെന്നി പനോക്കാരൻ, ഔസേഫ് ചെരടായി, സൈമൺ നമ്പാടൻ, പോൾസൺ തെക്കുംപുറം, മിനി ഡെന്നി, ആൻസ് കണ്ണമ്പുഴ, ഔസേഫ് വൈക്കാടൻ എന്നിവർ സന്നിഹിതരായി. സുവർണ ജൂബിലി നിറവിലെത്തി നിൽക്കുന്ന തലോർ ദീപ്തി ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക റീന കെ ജോൺ അധ്യക്ഷത വഹിച്ചു. പ്രഥമ പ്രധാനാധ്യാപകൻ ഫാദർ വിൻസെന്റ് പാറേക്കാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ അധ്യാപകരായ ബാബു ഡേവിഡ്, ജോസഫ് ചാക്കേരി, എം ജെ വിൻസൻ, മാനേജ്മെന്റ് പ്രതിനിധി ഫാദർ സിബി വിൻസൻ, അധ്യാപക പ്രതിനിധി പ്രബിൻ ടി പോൾ, പൂർവ്വ വിദ്യാർത്ഥികളായ പി എൽ ജോമി, അലോഷ്യസ് കുറ്റിക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റായി അലോഷ്യസ് കുറ്റിക്കാട്ട്, സെക്രട്ടറിയായി പി എൽ ജോമി, ട്രഷററായി സജയൻ സഹദേവൻ എന്നിവരെ തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി യു മോഹൻദാസ്, മിനി വിൽസൺ എന്നിവരെയും ഏണസ്റ്റ് ഡഗ്ലസ്, ജസ്റ്റിൻ പല്ലിശ്ശേരി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2005-2006 ബാച്ച് SSLC വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു. ഷിൻഡോ അധ്യക്ഷത വഹിച്ചു. ശിവപ്രസാദ്, യദു, നിധീഷ്, ഷനിൽ എന്നിവർ നേതൃത്വം നൽകി. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA-യുടെയും MPTA-യുടെയും പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റായി സുനിൽ കൈതവളപ്പിൽ, MPTA പ്രസിഡന്റായി വിദ്യാമാധവ്, SMC ചെയർമാനായി CK സുദേവൻ എന്നിവരെ തിരഞ്ഞെടുത്തു. ഹയർ സെക്കൻഡറി ഇൻചാർജ് K ജയശ്രീ, സമീന തോമസ്, ശ്രീബ ശ്രീകനൻ, KU ഷിഹാബുദ്ദീൻ, DS ബൈജ എന്നിവർ പ്രസംഗിച്ചു. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിസരം ശുചീകരിച്ച് മഹല്ല് കൂട്ടായ്മ. റിഫായി ജുമാ മസ്ജിദ് മഹല്ല് കൂട്ടായ്മയാണ് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിസര ശുചീകരണത്തിന് നേതൃത്വം നൽകിയത്. പ്രസിഡന്റ് ഉബൈദ് അബൂബക്കാട്ട്, സെക്രട്ടറി ഷബീർ അലി മൂച്ചിക്കാടൻ, കേരള മുസ്ലിം ജമാഅത്ത് മറ്റത്തൂർ സർക്കിൾ പ്രസിഡന്റ് മജീദ് സഖാഫി, യൂണിറ്റ് സെക്രട്ടറി സിദ്ദിഖ് ചിറയിൽ, സാബു വലിയ വീട്ടിൽ, ഇബ്രാഹിം ചിറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 166ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച കൊടകര GLP സ്കൂളിൽ നടക്കും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. വട്ടനാത്ര പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ വിശേഷാൽ ഭഗവത് സേവ ശനിയാഴ്ച വൈകിട്ട് 6 മുതൽ നടത്തുന്നു. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി, വടക്കേടത്ത് പെരുമ്പടപ്പ് നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. കോസ്റ്റ് മണ്ണമ്പേട്ടയുടെ സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള വിവിധ പരിപാടികൾ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 1:30 മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിൽ വെച്ച് നടക്കും. അനുമോദനം, പഠനോപകരണ വിതരണം, വെബ്സൈറ്റ് പ്രകാശനം തുടങ്ങി പരിപാടികളാണ് നടക്കുക. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. അളഗപ്പ് നഗർ ESI ഡിസ്പെൻസറി കിടത്തി ചികിത്സാ സൌകര്യത്തോടെ പുനർനിർമ്മിക്കണമെന്ന് ആവശ്യം. അളഗപ്പ് നഗർ ESI ഡിസ്പെൻസറി കിടത്തി ചികിത്സിക്കാനുള്ള സൌകര്യത്തോടെ പുനർനിർമ്മിക്കണമെന്ന് രാഷ്ട്രീയ ജനതാദൾ RJD അളഗപ്പ് നഗർ പഞ്ചായത്ത് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. HMS ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് എബീസ് കുന്നിക്കുരുവിൽ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് TI സേവിയർ, NK രവീന്ദ്രൻ, IP കുട്ടൻ, NA യോഹന്നാൻ, TP ജേക്കബ്, KS സുകുമാരൻ, VP അയ്യപ്പക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,250 രൂപ, പവന് 74,000 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. വേലുപ്പാടം വിശുദ്ധ ഔസേപിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെയും പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെയും നെന്മണിക്കര സെന്റ് മേരീസ് പള്ളിയിലെയും സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിലെയും ഊട്ടുതിരുനാളുകൾ ആഘോഷിച്ചു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനു സമീപം ട്രെയിൻ തട്ടി സ്ത്രീ മരിച്ചു. മരിച്ചത് നെല്ലായി സ്വദേശി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ചുള്ള പ്രക്ഷോഭത്തിൽ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അളഗപ്പ് നഗർ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.